ഞാൻ ജയ്ക്കിലേക്ക് വരാം. ജയ്ക്ക് ഇപ്പോൾ അപ്പീൽ പോകും എന്ന് പറയുന്നുണ്ട്. സർക്കാർ അപ്പീൽ പോകും എന്ന് പറയുമ്പോഴും ആദ്യം മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം അത്ര ബലത്തോടു കൂടിയായിരുന്നില്ല. അത് എല്ലാവരുമായിട്ട് ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നൊക്കെയായിരുന്നു. നിയമമന്ത്രി കൃത്യമായി പറയുന്നു അപ്പീൽ പോകുമെന്ന്. അപ്പീൽ പോകുമ്പോൾ ഈ ഇപ്പോൾ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന രീതിയിൽ അതിജീവിതയ്ക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ മുന്നോട്ട് പോകാനാകും എന്ന ഉറപ്പുകൂടി നൽകാൻ പറ്റുമോ? കാരണം 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു. അതിനുശേഷം വന്ന പ്രോസിക്യൂട്ടറാണ് കേസുമായി മുന്നോട്ട് പോയത്. ഇങ്ങനെ പല ഘട്ടത്തിലും ആത്മവിശ്വാസം ഇല്ലാതാകുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ജയ്ക്ക്. തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നമ്മൾ മലയാളികൾ പ്രബുദ്ധരായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ ഈ അധമ സംഘത്തെ, ഞാൻ നല്ല ബോധ്യത്തിലും ഉറപ്പിലും പറയുന്നു, അപൂർവം വരുന്ന ഈ അധമ സംഘത്തെ തള്ളിപ്പറയുകയും മറിച്ച് ഇവരുടെ ഭീഷണികൾക്ക് മുമ്പിൽ നടുവ് കുനിയാതെ ശിരസുയർത്തിപ്പിടിച്ചു നിൽക്കാൻ കരളുറപ്പ് കാണിച്ച മലയാളി സ്ത്രീയുടെ ധൈര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ഈ സർവൈവർക്ക് നീതി ലഭിക്കാൻ ഏതറ്റം പറയും സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ കക്ഷികളും നിരുപാധിക പിന്തുണയോടുകൂടെ തന്നെ അതിജീവിതയോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒറ്റ കാര്യത്തിന് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ചോദ്യം ഉയർത്തിയപ്പോൾ ആദരണീയനായ നമ്മുടെ സഹപാനലിസ്റ്റ് സംവിധായകൻ ശ്രീ ജോസ് തോമസ് അദ്ദേഹം പറഞ്ഞു, എന്തടിസ്ഥാനത്തിലാണ്, എന്തു തെളിവിന്റെ ബലത്തിലാണ് ഈ കാര്യത്തിലെ കോൺസ്പിറസിയുടെ തലവൻ എന്ന് സംശയിക്കപ്പെടുന്ന ആളെ സംബന്ധിച്ച് ഞാൻ അധമൻ എന്നൊക്കെ വിളിച്ചത്? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നുള്ളതാണ്. ഈ കോടതി വിധിയെ നിങ്ങൾ മാനിക്കുന്നില്ലേ എന്നുള്ളതാണ്. കോടതി വിധികൾ, ജുഡീഷ്യറി, ആദരണീയനായ നമ്മുടെ അഭിഭാഷകൻ ശ്രീ പ്രശാന്ത് വളരെ മനോഹരമായി സമയമെടുത്തുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ചു. ജുഡീഷ്യൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ അഭിഭാഷക പാണ്ഡിത്യം നേടിയ നിയമ വിദ്യാർത്ഥിയൊന്നുമല്ല. പക്ഷെ എന്താണ്, കോടതി വിധികളും കോടതിയും അസ്പർശ്യമായ ഒരു വിശുദ്ധതയുള്ള ഒരു കേന്ദ്രങ്ങളെയല്ല. ബാബറി മസ്ജിദ് മുതൽ ഈ കോടതി വിധി വരെ വിമർശിക്കപ്പെടേണ്ടതാണ്. നമുക്ക് വിയോജിപ്പുകളുള്ളതാണ്. അർത്ഥസംഖ്യകൾക്കിടയില്ലാത്തവണ്ണം നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എന്തുകൊണ്ട് അധമൻ എന്ന പ്രയോഗം? അങ്ങ് സൂചിപ്പിച്ച ചലച്ചിത്ര താരത്തിന്റെ പേര് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അധമനെന്നും അധമ സംഘമെന്നും എനിക്ക് എന്തുകൊണ്ട് പറയേണ്ടതായിട്ട് വന്നു? അങ്ങ് മനസ്സിലാക്കേണ്ടത്, കോടതി ശിക്ഷ വിധിച്ച ഈ കേസിലെ 1-ാം പ്രതി 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് തുടരെ ഫോൺ ചെയ്തത് അങ്ങ് ഈ സൂചിപ്പിച്ച ചലച്ചിത്ര താരത്തെയാണ്. തൃശൂർ ടെന്നീസ് അക്കാദമിയിൽ വെച്ചും തൊടുപുഴ സീവാസിൽ വെച്ചിട്ടും അതോടൊപ്പം തന്നെ ജോയിസ് പാലസിൽ വെച്ചിട്ടും ഈ 1-ാം പ്രതിയെ ജയിലിൽ പോയി കാണുകയും ഒക്കെ ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത് അങ്ങ് ഈ സൂചിപ്പിച്ച പേരുകാരനായ ചലച്ചിത്ര താരം തന്നെയാണ്. എന്തുകൊണ്ടാണ് കേരളം വെറുപ്പോടുകൂടെ കണ്ട ഈ ബലാത്സംഗ കേസിലെ പ്രതിയെ ജയിലിൽ പോയി കാണാൻ മമ്മൂട്ടിക്കും മോഹൻലാലിനും അങ്ങേക്കും ഒന്നും തോന്നാതിരുന്നത്? അത് തെളിവില്ലെന്ന് അങ്ങയോട് ആരാ പറഞ്ഞത്? തെളിവില്ലെന്ന് അങ്ങയോട് ആരാ പറഞ്ഞത്? പോയി കണ്ടതിന്റെ രേഖയുണ്ട്. ഈ ചലച്ചിത്ര നടന്റെ സഹോദരന്റെ ഫോണിലേക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ എത്തിച്ചതിന്റെ രേഖയുണ്ട്. മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറ്റിയതിന്റെ രേഖയുണ്ട്. നമ്മുടെ നാട്ടിൽ പുറത്തേക്ക് നമ്മൾ ചർച്ച ചെയ്ത ഒരുപാട് തെളിവുകളുണ്ട്. എന്താണ് കോടതി എടുത്തതെന്നാണ് അറിയേണ്ടത്. ഇതിനൊക്കെ സംവിധായകന് ഒരു സംശയം വേണ്ട. ഗണേഷ് കുമാറിനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് ഗണേഷ് കുമാറിനെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഏത് കുമാറിനോട് ഞാൻ പറയും? അങ്ങ് സൂചിപ്പിച്ച ഏത് കുമാർമാരോടും ഞാൻ പറയും. അതിനകത്തൊന്നും സംശയമില്ല. അങ്ങ് സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു പേരുകാരന്റെ ആരോടും പറയും. മന്ത്രിയാവട്ടെ, പ്രധാനമന്ത്രിയാവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, ഈ കാര്യത്തിനകത്ത് അങ്ങനെ ആരെങ്കിലും ഒരാളെ മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ആരെങ്കിലും കാണുമ്പോൾ നട്ടല്ലൂരി വീട്ടിൽ വെച്ചിട്ട് വന്ന് സംസാരിക്കുന്ന സമയം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നല്ല ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ടാണ് ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കോൺസിക്വൻസസ് വരാനുണ്ടെങ്കിൽ തയ്യാറായി തന്നെയാണ് ഇവിടെ വന്നിരുന്ന ഈ കാര്യങ്ങൾ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.